വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നേ ട്യൂണ ചങ്ക്സ് വളരെ സിമ്പിളായിട്ട് എഗ്ഗൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ട്യൂണ ചങ്ക്സ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കും. നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ട്യൂണ ചങ്ക്സിനകത്ത് കുറച്ച് ഓയിലുണ്ട്. നമ്മൾ ഫുൾ ഓയിലൊന്നും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഓയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ആ ഓയിലില്ലാതെ ആദ്യം അതിൻ്റെ ട്യൂണ ചങ്ക്സിൻ്റെ ട്യൂണ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു സവോള ഫുള്ളായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ഈ ട്യൂണ ചങ്ക്സിനകത്തോട്ട് പൊട്ടിച്ചിട്ടതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് എരിവിന് വേണ്ടി നമ്മൾ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് മുട്ടയും ഉണ്ണി എല്ലാം കൂടെ കൂട്ടി നമ്മൾ പൊട്ടിച്ച് നന്നായിട്ട് ഇത് ഒഴിച്ച് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്നതിലുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് നമ്മൾ ഈ ട്യൂണയ്ക്കകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പുണ്ട്, ട്യൂണ ചങ്ക്സിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം മുട്ടയ്ക്കും നമ്മുടെ സവോളയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ എരിവ് നമുക്ക് കുറച്ചുകൂടെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് നമ്മുടെ പച്ചമുളകും കൂടെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചതും നമ്മൾ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ നമ്മൾക്ക് ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് നല്ല നമ്മുടെ മുട്ട പൊട്ടിച്ചതും ആ ട്യൂണ കട്ടിയായിട്ടിരുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുകുനാന്നരിഞ്ഞ സവോളയും അതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചു. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഓയിൽ വേണേലും നമുക്ക് ഇത് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്യൂണ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ഇന്നലെ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു തോരൻ പോലെ നമ്മൾ ചെയ്തെടുത്തിരുന്നു. അതിൻ്റെ നമ്മൾ റെസിപ്പി ആയിട്ട് എടുത്തിട്ടില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ ഇത് നന്നായിട്ട് ആ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ മുട്ടയും ഈ ട്യൂണ ചങ്ക്സും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും നമ്മുടെ സവോളയും പച്ചമുളകും കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിക്കാൻ. ഇനി നമ്മൾ ചെറിയ തീ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീ നമ്മൾ അടച്ച് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കറിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വിഭവമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതലിടാം. ഇഞ്ചിയുടെയും സാധാരണ നമ്മൾ മുട്ട പൊരിച്ചതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് ആ ട്യൂണയുടെ ഒരു ടേസ്റ്റും. എന്നാൽ നമുക്ക് ട്യൂണ ചങ്ക്സ് ആണെങ്കിൽ ചിലർക്കൊന്നും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും അത്ര ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുട്ട പൊരിച്ചതും എല്ലാം കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കറികളും അതുപോലെ സ്നാക്സ് ഐറ്റംസും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സൈഡ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായത് നമ്മൾ ഒന്നിച്ചാണ് ഇട്ടത്. നമുക്ക് കുറേശ്ശെ വേണമെങ്കിൽ മുട്ട പൊരിക്കുന്നത് പോലെ നമുക്ക് പൊരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് മൊത്തം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് നല്ല കട്ടിക്കാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ അടിപൊളി ട്യൂണ ചങ്ക്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.